ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനൊരു 3 മാസമായി വർക്കൗട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എൻ്റെ ചാനൽ കാണുമ്പോൾ അറിയാം. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു റീസൺ എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഞാൻ വർക്കൗട്ടിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ കുറേ നാളിങ്ങനെ ഐഡലായിട്ടിരുന്നപ്പോഴേ എനിക്കെന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഞാൻ എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളാണ്. ഇങ്ങനെ തുള്ളിച്ചാടി വർക്കൗട്ട് ചെയ്ത് പിന്നെ കുറേ ഡാൻസ് ചെയ്ത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു റെസ്റ്റൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എനിക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര മൂഡ് സ്വിങ്സും അങ്ങനെ. അത് നമുക്ക് ആ ടോപ്പിക്കിനെ പറ്റി പിന്നെ സംസാരിക്കാം. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു കുറച്ച് ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്യാമേ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് റെഫറൻസ് ഇതൊക്കെ നോക്കി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ഒക്കെ ചെയ്ത് ഞാൻ ഇന്ന് തൊട്ട് കുഞ്ഞു കുഞ്ഞു വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യണം എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലൈറ്റ് വർക്കൗട്ട്സ് ആണ്. പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യണം എന്നുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. HIIT കാർഡിയോ വർക്കൗട്ട് ഉണ്ട്, പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി തന്നെ പല പല വർക്കൗട്ട്സ് ഉണ്ട്, സുംബ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ലൈറ്റ് വർക്കൗട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ വാം അപ്പ് ഫസ്റ്റ്. നമുക്ക് മാർച്ചിങ്ങിൽ ചെയ്യാം. മാർച്ചിങ് ഞാൻ സാധാരണ നമ്മൾ ജോഗ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ വാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഹീറ്റാവും. അത് അറിയാലോ, മസിൽ ക്രാംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലൈറ്റായിട്ട് വാക്ക് ചെയ്യുക. വാക്ക് പറ്റുകയാണെങ്കിൽ കൈയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എത്രയും പെട്ടെന്ന് ബോഡി ഹീറ്റായി അത്രയും നല്ലത്. ചാടണമെന്നുള്ളവർക്ക് ചെറുതായി ചാടുക കേട്ടോ. വാക്ക്. നമുക്ക് വേണമെങ്കിൽ വാമപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് വർക്കൗട്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് സൈഡ് സ്റ്റെപ്സ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. 1 കണ്ടോ, ഇത് സൈഡ് സ്റ്റെപ്പ് എന്നാണ് പറയുക. അപ്പോൾ 1 ക്ലോസ് 1 ക്ലോസ് സൈഡ് ക്ലോസ് സൈഡ് ക്ലോസ്. കൈ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വേണമെങ്കിൽ അപ്പോൾ ബോഡി വർക്കൗട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കണ്ടോ ഇങ്ങനെ. ഇത് കൗണ്ട് അനുസരിച്ച് പോകാം. 1 2 3 4 5 6 7 8. 1 more. 2 3 4 5 6 7 8. സ്റ്റോപ്പ്. വാക്ക്. ഇപ്പം ഏകദേശം ഒന്ന് ബോഡി ഹീറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതായിരുന്നേ. ചിലപ്പോൾ പെട്ടെന്ന് കിതയ്ക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്ലോലി ചെയ്യാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ ഞാൻ പോയി വെള്ളം കുടിക്കും. മുമ്പൊക്കെ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്ര ടൈമിൽ ഇത്രയും പവറിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് റിലാക്സ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. സോ വാക്ക്. പിന്നെ ചിലപ്പോൾ നമ്മളുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് ഇങ്ങനെ ഹൈ ആവുന്ന പോലെ തോന്നിയേക്കാം. അപ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം കേട്ടോ, സ്ലോലി. അങ്ങനെ എൻ്റെ വാമപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വർക്കൗട്ടിലേക്ക് കിടക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൈഡ് സ്ട്രെച്ചസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കൗണ്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയോ? വിൽ സ്റ്റാർട്ട് വിത്ത് 2 8 കൗണ്ട്സ് ആൻഡ് ദെൻ നമുക്ക് വാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ വീണ്ടും 2 കൗണ്ട്സ്. അപ്പോൾ ഒരു 4 കംപ്ലീറ്റ് 8 കൗണ്ട്സ് കിട്ടും. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ കുറച്ച് വാക്ക് ചെയ്യാൻ പോവാ. ആൻഡ് ദെൻ സ്ലോലി സൈഡ് സ്ട്രെച്ചസ്. 5 6 7 ഗോ. 1 2 3 4 5 6 7 8. 1 more. 1 2 3 4 5 6 7 8 and walk. കുറച്ച് വാക്ക് ചെയ്യാം. ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം നാളായി. My body should get used to this. അപ്പോൾ വാക്ക് ചെയ്യാം. നെക്സ്റ്റ് 2 8 counts. 5 6 7 go. 1 2 3 4 5 6 7 8. 1 more. 1 2 3 4 5 6 7 and last walk.
walk. നമ്മൾക്ക് ഈ ചെയ്യുന്നത് തന്നെ ഹൈ ഇൻറ്റൻസിറ്റി ആക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് ഹോപ്പ് ചെയ്യാം ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് സൈഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ജമ്പിങ് എലമെൻറ്റ് ആഡ് ചെയ്യാം. അതുപോലെ ഈ വാക്ക് ചെയ്യുന്നത് ജോഗിങ് പോലെ ആക്കാൻ പറ്റും കേട്ടോ. ഞാൻ ജോഗ് ചെയ്യുന്നില്ല, ഐ എം ജസ്റ്റ് വാക്കിംഗ്. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. നെക്സ്റ്റ് നമുക്ക് ഹൈ നീസ് ചെയ്യാം. ഹൈ നീസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് ജമ്പ് ചെയ്ത് ചെയ്യാം, സ്റ്റാൻഡിങ് പോസ്ചറിൽ ചെയ്യാം. ഞാൻ സ്റ്റാൻഡിങ് പോസ്ചറിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാലിത്തിരി ഡിസ്റ്റൻസിൽ വെച്ചു. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് മൈ റൈറ്റ് ലെഗ്. ഇറ്റ്സ് 1 2 3 4 5 6 7 8. Again 1 2 3 4 5 6 7 and 8. Walk. Walk. നമുക്ക് തന്നെ ഒരു 2 8 കൗണ്ട്സും കൂടെ ചെയ്യാം. അതോടെ ഹൈ നീ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, റെഡി 5 6 7 and go. 1 2 3 4 5 6 7 and 8. Last 1 2 3 4 5 6 7 and stop. Walk. എനിക്കിപ്പോൾ ശരിക്കും ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. വാക്ക് ചെയ്തിട്ട് പതുക്കെ ബ്രീത്തിങ് ഒന്ന് നോർമലായിട്ട് നിർത്താം. ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, നമ്മുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് നല്ല ടപ്പ് 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 അങ്ങനെ പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അത് ത്രൂ നോസ് അല്ല, ഇങ്ങനെ. ഇനി ഒരു 30 സെക്കൻഡ്സ് ഞാൻ ബ്രേക്ക് എടുക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ക്രോസ് ലഞ്ചസ് വെച്ചിട്ട് തേർഡ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ തേർഡ് വർക്കൗട്ട്. ഞാൻ ക്രോസ് ലഞ്ചസാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബേസിക് സ്റ്റെപ്പ് കാണിച്ചു തരാം. നമ്മളൊരു സൈഡിലേക്ക് പതുക്കെ ജമ്പ് ചെയ്യും. എന്നിട്ട് കീപ്പ് യുവർ റൈറ്റ് ലെഗ് അറ്റ് ദി ബാക്ക്, സെയിം ടു ദി ലെഫ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. റെഡി 5 6 7 ഗോ. 1 2 slowly 3 4 5 6 7 and 8. One more. 1 2 3 4 5 6 7 and 8. ഇനി കുറച്ച് വാക്കിംഗ്. ഇത് ആക്ച്വലി മാർച്ചിങ് എന്നാണ് പറയുക കേട്ടോ, പക്ഷേ നമ്മുടെ നോർമൽ വാക്കിങ്ങാണ്. സോ ലെറ്റ്സ് കോൾ ഇറ്റ് വാക്കിംഗ്. വാക്ക് ചെയ്യുക, ഇഫ് നീഡഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ ഓൾറെഡി റെസ്റ്റ് ചെയ്തു. നമുക്കിനി സെക്കൻഡ് സെറ്റിലേക്ക് കിടക്കാം. റെഡി 5 6 7 and go. 1 2 3 4 5 6 7 and 8. 1 2 3 4 5 6 7 and stop. Walk. അപ്പോൾ അതായിരുന്നു നമ്മളുടെ തേർഡ് വർക്കൗട്ട്. ഇനി കുറച്ച് ഇൻട്രസ്റ്റിംഗ് വർക്കൗട്ടാണ്. ഒരു ചെറിയ സുംബ പോർഷൻ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, വിത്ത് വാക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ 4 സ്റ്റെപ്പ് വാക്ക് ചെയ്യും, ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഓക്കെ, അപ്പോൾ 1 2 3 4 ആൻഡ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് സൈഡ് സ്റ്റെപ്പ് 5 6 7 8. Okay, let's start. Ready 5 6 7 go. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ഒക്കെ ഇട്ട് ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ഒരു സോങ് മേ ബി ഒരു 3.5 minute
വരുന്ന സോങ് ആണെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, നമ്മുടെ വർക്കൗട്ട് ഇങ്ങനെ സൈഡിൽ നടന്നോളും. ട്രിക്ക്. 4 5 6 7 8 3 4 2 3 4 5 6 7 8 3 4 5 6 7 8. Last one. 3 4 5 6 7 8 and walk. ഇപ്പോൾ ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ട്. സ്ലോലി വാക്ക് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇനി തേർഡ് വൺ ഞാൻ സ്ക്വാട്ട് ചെയ്യാൻ പോവാം. കുറേ നാളായിട്ടോ സ്ക്വാട്ട് ചെയ്തിട്ട്. ലെറ്റ്സ് ട്രൈ. ഓക്കെ, അപ്പോൾ ലെഗ്സ് അപ്പാർട്ട്, ബോഡി സ്ട്രെയിറ്റ്, ഹാൻഡ് ഇവിടെ ബാലൻസ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഡൗൺ. 1 2 3 4 5 6 7 and 8. ഞാനൊരു 10 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. വാക്ക് ചെയ്യേണ്ടവർക്ക് വാക്ക് ചെയ്യാം. സ്ക്വാട്ടിങ് ഒരു പ്രശ്നമില്ലാത്തവർക്ക് സ്ക്വാട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അഗൈൻ നെക്സ്റ്റ് 8 കൗണ്ട്സ്. ലെഗ്സ് അപ്പാർട്ട്. 5 6 7 go. 1 and 2 3 and 4 5 and 6 7 and 8. ഓക്കെ, ഇത്ര മതി. ഞാൻ 2 സെറ്റ്സ് ചെയ്യുന്നുള്ളൂ. ഇനി ഫർദർ വീഡിയോസ് ഇടുമ്പോൾ ഇതിൻ്റെ കുറച്ച് ഇംപ്രവൈസ്ഡ് വേർഷൻസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ വാക്ക്. കുറച്ച് വാക്ക് ചെയ്തിട്ട് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ പതുക്കെ കൂൾ ഡൗൺ ഒക്കെ ചെയ്യാം കേട്ടോ. ലൈക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഓക്കെ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എളുപ്പമായിരുന്നില്ല. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഐഡലായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്നാൽ നല്ല ഹാപ്പിയാണ്. ഇത് കൂടെ ചെയ്തവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫുൾ വന്ന് ഫില്ല് ചെയ്യുക. പിന്നെ എനിക്കിനി കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ ഇങ്ങനെ നിന്ന് പറയേണ്ട ഇതല്ല. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.